മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ രേണു സുധി തൻ്റെ തല പോയാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. വേറെ ആരോടുമല്ല, അക്ബറിനോടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓമനപ്പേര് എന്നൊരു ടാസ്കിലൂടെ അക്ബർ രേണു സുധിക്ക് സെപ്റ്റി ടാങ്ക് എന്നൊരു പേര് കൊടുത്തിരുന്നു. അതിന് ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പം അക്ബറിനോട് പറഞ്ഞിരുന്നു, അക്ബറിന് ഒരാഴ്ച സമയം തരാം, ആ ഒരാഴ്ച കൊണ്ട് രേണു സുധീനെ കൺവിൻസ് ചെയ്യിക്കണമെന്ന്. അതിനുവേണ്ടി അക്ബർ പരിശ്രമിക്കുന്നുണ്ട്. രേണു സുധിക്ക് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട്. ഇന്നലെയാണെങ്കിലും നൈറ്റ് ഡിന്നറിന് ചപ്പാത്തി പരത്തി കൊടുക്കുമ്പോൾ രേണുവിന് ലവ് ചിഹ്നത്തിലുള്ള ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ട് അക്ബർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ രേണു സുധി പറയുകയാണ്, എൻ്റെ തല പോയാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല, എൻ്റെ ക്ഷമ കിട്ടിയാലും ഇല്ലെങ്കിലും അവനൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഞാൻ ക്ഷമിക്കില്ല, എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നു, അത്രയ്ക്ക് നാറ്റ കേസാണ് ഇതെന്നൊക്കെ. അത് പറയാൻ കാരണം, രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ കൺവിൻസ് ചെയ്യാനായി രേണു സുധിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. രേണുവിനെ ചിരിപ്പിക്കാനായി അക്ബർ പല തമാശകളും പറയുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ സരികയും ബിന്നിയും ശരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ സരിക ചോദിക്കുന്നുണ്ട്, ഒന്ന് ക്ഷമിച്ചുകൂടെ രേണു, അവൻ എത്ര തവണ ക്ഷമ പറഞ്ഞു എന്ന്. അവനൊരു അബദ്ധം പറ്റിയതാണ്, അവൻ അങ്ങനെ പലതവണയും ഇവിടെ അബദ്ധം പറ്റാറുണ്ട് എന്നൊക്കെ. അപ്പോൾ രേണു പറഞ്ഞു, അക്ബറിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചയാണ് ലാലേട്ടൻ കൊടുത്തത്. എന്നാൽ ഇന്നലെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. അതും വെറുതെ അല്ല, 5 പേരെ ഓൾറെഡി നോമിനേറ്റ് ചെയ്തതിനു ശേഷം 6ാമത്തെ ആൾക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരുന്നപ്പോൾ രേണു ചേച്ചി എന്ന് പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത്. എന്നെ കൺവിൻസ് ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് പിന്നെ നോമിനേറ്റ് ചെയ്യുന്നത്? അങ്ങനെ നോമിനേഷനും കൺവിൻസിങ്ങും ഒരുപോലെ നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് രേണു സുധി എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ശാരികയോടും ബിന്നിയോടും പോയി പറയുന്നുണ്ട്, അക്ബർ ഇതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്നോട് വന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സരിക എന്തുകൊണ്ട് അവനോട് ക്ഷമിച്ചുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ തല പോയാലും ഞാൻ അവനോട് ക്ഷമിക്കുകയുമില്ല, അവൻ ചെയ്തതൊന്നും മറക്കുകയുമില്ലെന്ന് ശാരികയോട് പറയുന്നുണ്ട്. അതിന് ശാരിക പറയുന്നുണ്ട്, നീ ക്ഷമിക്കേണ്ട, നിന്നെ അത്രയ്ക്ക് അപമാനിച്ചതാണ്, അതുകൊണ്ട് നീ ക്ഷമിക്കേണ്ടെന്ന് ശാരികയും പറയുന്നുണ്ട്. അക്ബർ രേണുവിനെ നോമിനേറ്റ് ചെയ്തത് രേണു പറയുമ്പോഴാണ് സരികയും അറിയുന്നത്. സരിക അപ്പോൾ തന്നെ പറയുന്നുണ്ട്, നീ അത് ചെയ്തത് മോശമായി പോയി, കൺവിൻസ് ചെയ്യാൻ സമയം തന്നതിനിടയിൽ നിനക്ക് രേണുവിനെ നോമിനേറ്റ് ചെയ്യാതെ ഇരിക്കാമായിരുന്നു എന്ന്. എന്നിട്ട് സരിക അക്ബറിനോട് പറയുന്നുണ്ട്, നിനക്ക് ഈ പാട്ട് വിട്ടിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ രേണുവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നല്ലോ എന്ന്. അക്ബർ പറഞ്ഞു, ഞാൻ മടുത്തു ചേച്ചി, 3 ദിവസമായി പുറകെ നടക്കുന്നു, ഇനി എനിക്ക് വയ്യ, ഇനി ഞാൻ എന്തായാലും പുറകെ പോകുന്നില്ല എന്ന്.